ചില ആയുസ്സുണ്ടാവില്ല. കറക്റ്റ്. അതിൽ കുറെ കൊലയൊക്കെ നടക്കുന്നത് ആ വിചാരം, പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ. അവർ നമ്മുടെ തട്ടിപ്പും. ഉള്ള പണം പോകാതെ നോക്കുക. പണമേ ഇല്ല, അത് വേറെ. അവനവൻ പോകാതെ നോക്കുക. അതാണ് കാണപ്പെട്ട ദൈവം. അമ്മ, അച്ഛൻ, അവർ കഴിഞ്ഞ് ബാക്കി എന്തുമുള്ളൂ. അവർക്ക് കണ്ണീര് കൊടുക്കാതിരിക്കട്ടെ. അത് തന്നെ. ഇനിയുമുണ്ടൊരു ജന്മമെങ്കിൽ എനിക്കിനി എൻ്റെ അച്ഛനും അമ്മയ്ക്കും അവസാനത്തെ മകളായിട്ട് ഞാൻ ജനിക്കണം. ഞാൻ ലാസ്റ്റിൽ എൻ്റെ അച്ഛൻ പറഞ്ഞു എൻ്റെ വയറ് കഴുകി വന്ന മകളാണ്. കാരണം എനിക്ക് ശേഷം ആരും ജനിച്ചില്ല. ഇല്ല. അപ്പോൾ അത് അലക്കുന്നു. അപ്പം അതുപോലെ ഇനിയുമുണ്ടൊരു ജന്മമെങ്കിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മകളായിട്ട് ജനിക്കണം. പണമല്ല, ആയുസ്സും ജീവിതം തന്നെ ദൈവത്തിന് നല്ലത് പറയും. കറക്റ്റ്. ആയുസ്സും ആരോഗ്യം തന്ന് ചിന്തിക്കാനുള്ളൊരു ബുദ്ധിയും തന്ന് അതിലെനിക്കൊരു യുക്തിക്കനുസരിച്ച് ഒരു ചാനൽ ഞാൻ ഇട്ടു. എനിക്ക് നിങ്ങളെ എല്ലാം ദൈവം കൊണ്ട് തന്നു. ഇതിൽ പരം വേറെ എന്തെനിക്ക് വേണം? എനിക്ക് റോക്കിനെ തന്നു, പ്ലെയറിനെ തന്നു, രാജീവിനെ തന്നു, ഗരുവിനെ തന്നു, സായിയെ തന്നു. പിന്നെ എൻ്റെ കുട്ടികൾ ചക്കര കുട്ടു, അങ്ങനെ നിറയെ കുട്ടികളെ തന്നു. അതൊക്കെ എനിക്ക് ദൈവം കൊണ്ട് തന്നതാണ്. 10K ആക്കി തന്നു. ഫസ്റ്റ് പേയ്മെൻറ്റ് തന്നു. രണ്ടാമത്തെ പേയ്മെൻറ്റ് മുട്ടി. അപ്പോഴത്തേക്ക് 10-ാം തീയതി കഴിഞ്ഞു. അങ്ങനെ അടുത്ത 10-ാം തീയതിയിലേക്ക് അടുത്ത 10-ാം തീയതി ആകുമ്പോഴേ എനിക്ക് ആ പേയ്മെൻറ്റ് വരുള്ളൂ. രണ്ടാമത്തെ ചാനൽ ഇടാൻ നിങ്ങൾ കുറേ GK ചെയ്യാൻ പറഞ്ഞു. ഞാനതിനൊരു സെക്കൻഡ് ചാനൽ ആലോചിച്ചു. സെക്കൻഡ് ചാനലിട്ടു. അത് ഫസ്റ്റ് ഒരു മാസത്തിനുള്ളിൽ തന്നെ 1K ആക്കി. ഇതിലൊക്കെ എനിക്ക് ദൈവത്തിൻ്റെ എവിടേക്കോ ഒരു അദൃശ്യ ശക്തി എനിക്ക് കൂട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഒരു കൊല്ലമായിട്ടും നിങ്ങൾ എൻ്റെ കൂടെ അല്ലേ? അത് മതി. ബാക്കിയൊക്കെ മീരുണ്ടാക്കും. മറ്റു ചാനൽ ആരും കേൾക്കേണ്ട, ഞങ്ങളെ തട്ടിക്കൊണ്ടു. നിങ്ങൾ ഞാനിവിടെ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. എവിടെ പോയാലും ഞാൻ അതുകൊണ്ട് പുറകിൽ വരും. എന്നിട്ട് അത് ഇത്ര മീറ്ററിൽ നിങ്ങളെ ആകർഷിക്കും. എന്നിട്ട് ഒരൊറ്റ വിലയാണ് ഇവിടേക്ക്. ഞാൻ എങ്ങനെ നിങ്ങൾ പോലും അറിയില്ല. മാഗ്നറ്റിക് പവർ. ഞാനിവിടെ പ്ലെയർ ഇവിടെ ഉണ്ട്. അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ലൈവ് ഓണാക്കിയിട്ട് ഇതിനെ ഞാൻ ഓണാക്കിയിട്ട് വേറെ ചാനലിൽ നിങ്ങളുടെ പുറകിൽ വാച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ മനസ്സ് നിങ്ങൾക്കറിയും. നിങ്ങൾ എവിടെയാണെങ്കിലും മീര ലൈവ് തുറന്നാൽ അവിടെ വരും. നിങ്ങളുടെ ഉള്ളിൽ തോന്നും ദൈവം മീര അവിടെ വന്നിട്ടുണ്ട്, ഗോ മാൻ എന്ന് നിങ്ങളുടെ ഉള്ളിലിരുന്ന് ദൈവം പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വരും മീരയുടെ അടുത്തേക്ക്. അങ്ങനെയാണ് വരേണ്ടത്. അല്ലാതെ അതുകൊണ്ടല്ലേ നിങ്ങളെയൊക്കെ ഞാൻ ഫ്രീ ബാഡായിട്ട് വിടുന്നത്. എല്ലായിടത്തും പോകണം, എല്ലാവരെയും കാണണം, എല്ലാ ചങ്ങാത്തവും വേണം. പക്ഷേ എല്ലാത്തിൻ്റെ അപ്പുറത്ത് മീര മതി. സെൽഫിഷ് അല്ലേ? കമൻ്റ് ഒന്നും വരുന്നില്ല. റോക്കറ്റ് ചിരി എന്താ അത്? എല്ലാം കാണിച്ചിട്ട് ചന്തമുള്ള മുഖം അങ്ങനെ ചിരിച്ചു. മിന്നൽ, മീര ചേച്ചി ഇത് പറഞ്ഞ് സത്യമാണ്. മീര ചേച്ചി ലൈവ് തുടങ്ങിയ ഹൃദയത്തിൽ മെസ്സേജ് വരും. അതാണ്. ഫുഡ് കഴിക്കുന്നില്ല. എൻ്റെ കുട്ടികൾ എൻ്റെ കൂടെയുണ്ട്. ഫുഡ് കഴിക്കാൻ സമയമായോ? ഞാൻ 10 മണിയാകുമ്പോഴാണ് കഴിച്ചത്. 1 മണി ആയിട്ടേ ഉള്ളൂ. 2 മണിയാണ് ടൈം. 2 മണിയാകുമ്പോഴാണ് കഴിക്കും. 31. അത് തന്നെ. കഴിച്ചു എല്ലാവരും. 1 മണിക്ക് കഴിച്ച വിശക്കും. ജെറി വീണ്ടും. അമീർക്ക ഹായ്. മിന്നൽ കുട്ടൻ ഈ നേരത്ത് ലൈവ് ചെയ്യാറില്ലല്ലോ. ഈ നേരത്ത് വരാറില്ല. ഞാൻ പോയി കഴിക്കട്ടെ. ഓക്കെ പ്ലെയർ, കഴിച്ചേച്ചു വരും. ജെറിക്കുട്ട ഈ നേരത്ത് വരാറില്ല. കണ്ടോ, വന്നപ്പോഴും വന്നു. അതാണ് എനിക്ക് നെറ്റ് കിട്ടുന്നില്ലല്ലോ. കിട്ടുന്ന സമയത്ത് വന്നാ. മീര പോകുന്നുണ്ടോ പുറത്തേക്ക്? പോക്ക് ക്യാൻസലായി. പോക്ക് ക്യാൻസലായതുകൊണ്ടാണ്. എൻ്റെ കുട്ടികളെല്ലാം എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഒരു ഫോൺ എടുത്തിട്ട് നമ്പറിൽ ആരെങ്കിലും വിളിക്കുമോ? ഞാൻ അങ്ങനെ വിളിക്കില്ല. എൻ്റെ കുട്ടികളെ കാണാനായിട്ട് ഇത് തുറന്നു വെച്ചപ്പം എൻ്റെ കുട്ടികളെല്ലാം ചെറുപടേന്ന് വന്നു.